ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എമ്പുരാൻ ഫാൻ ഷോ കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. വലിയ എക്സ്പെക്റ്റേഷനോട് കൂടിയുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. കാര്യം നമുക്കറിയാം, റീസെൻ്റ്ലി ഇതുവരെ മലയാളത്തിൽ ഒരു സിനിമയ്ക്കും ഇല്ലാത്തത്രയും ഹൈപ്പോട് കൂടി വരുന്ന സിനിമ എന്നൊരു പ്രത്യേകതയുണ്ട്. ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ട്രെയിലറും ടീസറൊക്കെ കണ്ട് ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ പീക്കിലേക്ക് എത്തിയിട്ടുണ്ട്. കാര്യം ട്രെയിലറിലാണെങ്കിൽ കൂടി ഒരുപാട് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ കോരിത്തരിച്ചിരിക്കുകയാണ്. കാര്യം മലയാളത്തിലൊന്നും ഇത്രയും എന്താ പറയുക, ഇത്രയും ലാർജ് സ്കെയിലിൽ വരുന്ന ഇത്രയും വലിയ ക്യാൻവാസിൽ വരുന്ന സിനിമ ഒന്നും ഇത്രയും വലിയ ക്യാൻവാസിൽ വരുന്ന സിനിമ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇത്രയും ലെവലൊരു സാധനം എന്ന് നമുക്ക് ട്രെയിലറിലൂടെ തന്നെ മനസ്സിലായത്. അപ്പോൾ അത്രയും വലിയ എക്സ്പ്രഷൻ തന്നെയായിരുന്നു. പിന്നെ സിനിമ ഇന്നിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഈ സിനിമയുടെ ആദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിൻ്റെ മേക്കിംഗ്. ഞാൻ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രെയിംസും കാര്യങ്ങളും എല്ലാം സൂപ്പർബായിട്ടുണ്ട്. കാര്യം ഇതിന് പൃഥ്വിരാജിനെ മാത്രമല്ല, സുജിത് വാസുദേവനെയും വലിയൊരു ഹാറ്റ്സ് ഓഫ്. ബിക്കോസ് അത്ര ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, സൂപ്പർബായിട്ട് തന്നെ. കാരണം ഓരോ ഫ്രെയിംസും എന്താ പറയുക, ഇതുവരെ നമ്മൾ ഒട്ടും മലയാളത്തിൽ ഒരു സിനിമയ്ക്കകത്ത് പോലും ഇത്രയും ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് കണ്ടിട്ടുണ്ടാവില്ല. അത്രയും ലാർജ് സ്കെയിൽസ് തന്നെ എടുത്തു വെച്ചിട്ടുള്ളത്. പല പല ലൊക്കേഷൻസ് അറിയാം, നമുക്ക് വിദേശ രാജ്യങ്ങൾ ഒരുപാട് ലൊക്കേഷൻസ് വരുന്നത്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹെലികോപ്റ്റേഴ്സ്, ബോംബ് ബ്ലാസ്റ്റ്, ഇതെല്ലാം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് സീൻ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്പോയിലർ കാര്യങ്ങളും പറയുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. ആ ഒരു ഫൈറ്റ് സീൻ സൂപ്പർ. നമ്മൾ ലൂസിഫറിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഷാജോൺ ഒരു ഇത് പറയുന്നുണ്ടല്ലോ, സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ, അതിന് മുന്നേ ഒരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, ആ കണക്കൊരു സാധനം സൂപ്പർ, ഒരു രക്ഷയില്ല. അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണ് ലാലേട്ടൻ ആ ഒരു സംഭവത്തിൽ. അതാണ് ലാലേട്ടൻ്റെ, എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ലാലേട്ടൻ ഇഷ്ടപ്പെട്ട ആ ഒരു ക്യാരക്ടർ. രണ്ട് ക്യാരക്ടർ ഉണ്ടല്ലോ, ഖുറേഷി അബ്രഹാം ആൻഡ് സ്റ്റീഫൻ നെടുമ്പള്ളി. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ നെടുമ്പള്ളി തന്നെയാണ്. അതിന് പ്രധാന കാരണം ആ ഒരു ഫൈറ്റ് സീൻ കൂടിയാണെന്ന് പറയാം. അതൊരു ഗംഭീരം തന്നെ. കാരണം നമുക്ക് ആ ഒരു ലാലേട്ടൻ്റെ എഗെയിൻസ്റ്റ് ആര് നിന്നാൽ പോലും ഒന്ന് പേടിച്ചു. അത്ര ആ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു ഫൈറ്റ് സീനിൽ തന്നെ നന്നായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് പോരായ്മയായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, അത് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നില്ല, പക്ഷെ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ലാഗ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ലൊക്കേഷൻസും അറിയാം, നമുക്ക് എബ്രാം ഖുറേഷിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ നാട്ടിലെ സ്റ്റോറീസും പറയുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും തമ്മിൽ എനിക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. സീൻസ് ബൈ സീൻ പെട്ടെന്ന് മാറി വരുന്നൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും ആ ഒരു ചെറിയൊരു ലാഗ് എനിക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരികയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ആ ഒരു ഫൈറ്റ് സീനോട് കൂടി പടം പീക്കിലേക്ക് എത്തുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ആ ഒരു തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും ആ ഒരു ഖുറേഷി സംഭവങ്ങൾ വീണ്ടും വരുമ്പോൾ എവിടെയോ ഒരു ലാഗ് വീണ്ടും ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ BGM, അതാണ് എനിക്ക് ആ ഒരു ഞാൻ പറഞ്ഞ ഫൈറ്റ് സീനിൽ ഒഴികെ ബാക്കി ക്ലൈമാക്സ് ഫൈറ്റിലാണെങ്കിലും ലാലേട്ടൻ്റെ ഇൻട്രോ ആണെങ്കിലും അത് അത്ര അങ്ങ് ഒരു ഒരു കുറവുള്ള പോലെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. BGM അത്ര ലൂസിഫറിലെ പോലെയൊന്നും അത്ര ഗംഭീരം എന്ന് പറയാൻ മാത്രമൊന്നും ഉള്ള ഒരു BGM ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് പെർഫോമൻസ് വൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ മഞ്ജു വാര്യരുടെ പെർഫോമൻസ് ആണ്. അത് ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. കാരണം പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ലൂസിഫറിൽ, അത് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമായി പോകും, അങ്ങനെ ഒരു സീൻ ഉണ്ട്, അതൊക്കെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനത് അവിടെ നിന്ന് വെച്ചിട്ട് നിർത്തുകയാണ്. പിന്നെ നിങ്ങളോട് സിനിമ കാണാൻ പോകുന്ന ആൾക്കാരോട് പറയാനുള്ളത്, വലിയ യമണ്ടൻ ഭീകര ക്യാമിയോ ഒന്നും പ്രതീക്ഷയൊന്നും പോയത് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ പോകാവൂ. വലിയ യമണ്ടൻ ക്യാമിയോ റോൾസ് വരും, വലിയ ബിഗ് നെയിംസ്. അത് ഓൾറെഡി പൃഥ്വിരാജ് റീസെൻ്റ്ലി ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്ര വലിയ എർത്ത് ഷാറ്ററിങ് നെയിംസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എങ്കിലും കുറച്ച് ആൾക്കാരുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ഒരു ലെവലിലെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോകാവൂ എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ടൈൽ എൻഡിൽ L3 അത് കൺഫേംഡ് ആണ്. അതിൻ്റെ ഹെഡിങ് ടൈറ്റിൽ കാണിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ മനസ്സിലാക്കുക. പിന്നെ എൻക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു, എൻക്രെഡിറ്റ് കാണാൻ മാർക്ക്. പക്ഷെ എനിക്ക് എൻക്രെഡിറ്റ് ആയിട്ട് അങ്ങനെ പേഴ്സണൽ പ്രത്യേകിച്ചൊന്നും വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് കണ്ടില്ല. ബാക്കി ഒരു ചെറിയ സംഭവം ഉണ്ട്, പക്ഷെ അത് എൻക്രെഡിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല.
ബട്ട് ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലി ടോട്ടലി ഈ ഒരു സിനിമയുടെ അത് പറഞ്ഞാൽ ഒരു ആവറേജ് ആ ഒരു ഫീൽ തന്നെയാണ് കൊടുത്ത ഹൈപ്പിനനുസരിച്ച്. പക്ഷേ ഇപ്പോഴും ഈ ഒരു 2 ഇൻസ്റ്റാൾമെൻറ്റ്, ഐ മീൻ ലൂസിഫറും എംപുരാനും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ലൂസിഫർ തന്നെയായിരിക്കും.